ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേൻ പോകുന്ന സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് പോയുടെ ഫ്രണ്ടായിട്ടുള്ള ബൈഫേൺ ആണെങ്കിൽ രാവിലെ തന്നെ ഓഫീസിലേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ ഓഫീസിൽ കയറുന്ന ടൈമിന് കറക്റ്റ് അവളെ കോൾ ചെയ്തിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നീ ഇപ്പോൾ മിസ്റ്റർ എ, മിസ്റ്റർ ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാൾക്കാരാണ് ഇമാജിൻ ചെയ്യാനായിട്ട് പറയാണ്. ഇവിടെ മിസ്റ്റർ എ നമ്മുടെ പോയും മിസ്റ്റർ ബി നമ്മുടെ തെയ്മുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻഡായ സീനാണ് കാണിക്കുന്നത്. അതിലിപ്പോൾ നമ്മുടെ മിസ്റ്റർ എ ആയിട്ടുള്ള പോയാണെങ്കിൽ നമ്മുടെ തെയ്മിൻ്റെ അടുത്ത് ഞാനിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ആ സമയം മിസ്റ്റർ ബി ആയിട്ടുള്ള തെയ്മാണെങ്കിൽ പക്ഷേ വർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം അത്രയ്ക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോയാണെങ്കിൽ വർക്കിന് വേണ്ടിയിട്ടല്ലെങ്കിലോ എനിക്കല്ലാണ്ട് നിന്നെക്കുറിച്ച് അറിയണമെന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിലോ എന്നിങ്ങനെ പറയാണ്. എന്നാൽ അതിന് ഒരു മറുപടിയും പറയാതെ നമ്മുടെ തെയ്മാണെങ്കിൽ പോയിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യം അത്രയും ഇത്രയും നേരം അവിടെ പോയാണെങ്കിൽ ബൈഫോണിനോട് പറയുമായിരുന്നു. എന്നാൽ ഈ മിസ്റ്റർ എ, മിസ്റ്റർ ബി തെയ്മും പോയും ആണെന്നുള്ള കാര്യം ഇവൻ പറയുന്നില്ല. ജസ്റ്റ് ഇമാജിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ നടന്ന സംഭവം ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇങ്ങനെ മിസ്റ്റർ എ പറഞ്ഞതുകൊണ്ട് തന്നെ മിസ്റ്റർ ബി ആണെങ്കിൽ മിസ്റ്റർ എക്ക് തന്നോട് ക്രഷ് ഉണ്ടെന്ന് തോന്നിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്. ആ സമയം നമ്മുടെ ബൈഫോണാണെങ്കിൽ ഇതിൽ മിസ്റ്റർ എ ആരാ, മിസ്റ്റർ ബി ഏതാ, നീ ഇതിൽ ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഈ ജസ്റ്റ് ഇമാജിനേഷൻ സംഭവം മാത്രമാണ് പറയാനായിട്ട് പറഞ്ഞപ്പോൾ ബൈഫേണാണെങ്കിൽ മിക്കവാറും മിസ്റ്റർ എക്ക് മിസ്റ്റർ ബീൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടാവും എന്ന് പറയാണ്. നമ്മുടെ മിസ്റ്റർ എ പോയാണല്ലോ. അപ്പോൾ പോക്ക് ഇങ്ങനെ തെയ്മിനോട് ഇഷ്ടം ഉണ്ടാവും എന്ന് ഇവളിങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് ഇല്ല ഇഷ്ടമൊന്നുമില്ല, ജസ്റ്റ് വർക്കിൻ്റെ കാര്യമുണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈഫേണാണെങ്കിൽ എങ്കിൽ പിന്നെ മിക്കവാറും മിസ്റ്റർ ബി ആണെങ്കിൽ മിസ്റ്റർ എക്ക് തന്നോടൊരു ക്രഷ് ഉണ്ടെന്നായിരിക്കും ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ട് പോയും മിക്കവാറും ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ട് തെയ്മിന് എനിക്ക് അവനോട് ക്രഷ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവുമെന്ന് അവനൊരു തോന്നൽ വരാണ്. അതിനുശേഷം കാണിക്കുന്ന പോയാണെങ്കിൽ അന്ന് ജോലിക്കായിട്ട് വണ്ണർ എൻ്റർടൈൻമെൻറ്റിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവ ഫസ്റ്റ് നമ്മുടെ തെയ്മിനെ കാണുന്നുണ്ട്. ആ സമയം തെയ്മാണെങ്കിൽ എന്തോ ഒരു ഡ്രിങ്ക്സ് എന്തോ എടുക്കുമായിരുന്നു വെൻഡിങ് മെഷീനിൽ നിന്ന്. അത് നമ്മുടെ തെയ്മും പോയിനെ കണ്ടപ്പോൾ എന്താ കാര്യം ചോദിക്കുകയാണ്. ആ സമയം പോകുന്നില്ലെങ്കിൽ വെള്ളം എടുക്കാൻ വന്നതെന്ന് പറയാണ്. അങ്ങനെ തെയ്മ് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും പോകാനെ തുടങ്ങിയിട്ട് അത് പിന്നെ ഇന്നലെ രാത്രിയിലത്തെ കാര്യം പറയാനുണ്ടെന്ന് പറയാണ്. ആ സമയം തെയ്മാണെങ്കിൽ എല്ലാം മനസ്സിലായി, അക്കാര്യം ഞാൻ ആരത്തും പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇപ്പോൾ അതല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയില്ല, അത് തെറ്റാണെന്ന് പറയാണ്. ഇവയുടെ ക്രഷിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. ആ സമയം തെയ്മാണെങ്കിൽ അതിലെന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനാണ്, നീ എന്നെ ക്ലിയർ ആയിട്ടല്ലേ പറഞ്ഞത്, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം പക്ഷെ അത് ക്ലിയർ അല്ലായിരുന്നു, നീ തെറ്റിദ്ധരിച്ചാണ്, ഞാൻ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊന്നും അല്ല ഇത് ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്മാണെങ്കിൽ റൊമാൻറ്റിക്കോ, നീ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ പറഞ്ഞത് നീ മറ്റേ സാസയങ്ങാണെന്നുള്ള രീതിയിൽ ഞാൻ തെറ്റിദ്ധരിച്ചില്ലേ, അക്കാര്യം ഞാൻ ആരുടെടുത്തും പറയത്തില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, നീ എന്ത് റൊമാൻറ്റിക്കാണ് പറഞ്ഞേ, നീ മറ്റേ എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, വർക്കേഴ്സ് എന്നുള്ള രീതിയിലല്ല അല്ലാണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞതിനാണ് നീ ഇപ്പോൾ ഉദ്ദേശിച്ചത്, അതെങ്ങനെ റൊമാൻറ്റിക് ആവാനെന്നൊക്കെ പറഞ്ഞിട്ട് തെയ്മാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയിക്കാണെങ്കിൽ ഒരു മറുപടിയും കിട്ടുന്നില്ല. ആ സമയം മിങ്ങ് വിളിച്ചിട്ട് തെയ്യം അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന ടൈമിന് തെയ്യം എടുത്ത ആ ഒരു ഡ്രിങ്ക്സ് അവൻ കൊണ്ടുപോകാതെ അവിടെ വച്ചിട്ട് പോയായിരുന്നു. അതവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവരെല്ലാവരും ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ സമയം മിക്ക് നമ്മുടെ പോയിലെടുത്തോട്ട് വന്നിട്ട് ഇന്നലെ നിനക്ക് ഏതെങ്കിലും ഫൂട്ടേജസോ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയോ ഒന്ന് കാണിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, എനിക്ക് നല്ല ഫൂട്ടേജസൊന്നും കിട്ടിയില്ല, ഇന്നലെ കുറേ സംഭവങ്ങൾ നടന്നു എന്ന് പറയാണ്. ആ സമയം മിക്കൊണ്ണേ നീ എന്താ ഇങ്ങനെ, ഞാൻ നിൻ്റെ വർക്കിനല്ലേ ഇവിടെ നിർത്തിയത്, നീ അപ്പോൾ ചെയ്യണ്ടേ, നീ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതെനിക്കല്ലേ പ്രശ്നമാവുന്നത്, ഞാൻ നിൻ്റെ സീനിയറല്ലേ, പറയുന്നതൊക്കെ അനുസരിച്ചൂടെ, പെട്ടെന്ന് തന്നെ തെയ്മിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം പക്ഷേ ഞാൻ തെയ്മിനെ എനിക്ക് അത്രയും നന്നായിട്ട് അറിയത്തില്ല, ക്ലോസ് ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തെയ്മിനെ പോലൊരു പയ്യന് ക്ലോസ് ആവാതെ തന്നെ നിനക്ക് വേണ്ട രീതിയിലുള്ള ഫൂട്ടേജ് തരാൻ പറ്റും, അതുകൊണ്ട് പോയി ഷൂട്ട് ചെയ്യ്, കാരണം തെയ്മ് കൊറിയയിലേക്ക് പോകാൻ നിൽക്കുവാണ്, അവൻ പോയിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലാസ്റ്റ് കോൺസേർട്ടിൻ്റെ ഒരാഴ്ച മുമ്പ് മാത്രമേ അവൻ തിരിച്ചു വരത്തുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാനായിട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് തെയ്മും പിന്നെ അതേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഐസ് എന്ന പേരിലൊരു സോളോ ആർട്ടിസ്റ്റും, ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അയാൾ മറ്റാരുമല്ല, ഒരു ഫുഡ് പ്രൊഡക്ഷൻ ഒരു കമ്പനിയുടെ CEO ആണ്. സോ മേ ബി ഇവർ രണ്ടുപേരും ആ ഒരു കമ്പനിയുടെ അംബാസിഡേഴ്സ് വല്ലതും ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അയാൾ സംസാരിക്കുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇവരുടെ പരസ്പരം കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്താണ് തെയ്യം ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവിടെ അവർ രാവിലെ കുടിക്കാനായിട്ട് എടുത്ത ഡ്രിങ്ക്സ് അങ്ങ് ഇട്ടിട്ട് പോകണ്ടായിരുന്നല്ലോ, അതേ സെയിം ഡ്രിങ്ക്സിൽ തെയ്യം എന്ന പേരിൽ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ച് അവിടെ ഇരിക്കുന്നത് കാണുവാണ്. അത് കണ്ടുകൊണ്ട് തെയ്യം ദേഷ്യപ്പെട്ടിട്ട് ഇത് ആരെ ഇവിടെ കൊണ്ടുവച്ചിങ്ങനെ ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതേ റൂമിൻ്റെ പുറത്ത് നമ്മുടെ പോയും മിങ്ങും ടേയും നിൽപ്പുണ്ട്. ഉടനെ തന്നെ ടേ അതിൻ്റെ അകത്തേ കയറിയിട്ട് നമ്മളാരും വെച്ചല്ല അത് സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അതെടുത്ത് മാറ്റുന്നുണ്ട്. അതേ ടൈമിൽ അവർ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു CEO ആയിട്ടുള്ള ആൾ വരാണ്. അങ്ങനെ തെയ്യമും ഐസും കൂടെ അയാളോട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം പോയുടെ കയ്യിലും ടേ ആ ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. പോവാണെങ്കിൽ അവിടെ നടന്നു ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബോയ്ക്ക് ഫസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ തെയ്മിൻ്റെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതെടുക്കാൻ നിന്നപ്പോഴാണ് തെയ്മ് നീ ഒരു സാഹസമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ പ്രശ്നം ക്രിയേറ്റ് ആയത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാനുള്ള റൂമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ടൈമിന് അവൻ കയറി വയ്ക്കിയപ്പോൾ മിങ്ങിൻ്റെയും കുറച്ച് ഗിഫ്റ്റൊക്കെ റെഡിയാക്കി വയ്ക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നല്ല, നമ്മുടെ തെയ്യം ഇപ്പോൾ സോളോ ആർട്ടിസ്റ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ അവനിപ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മെമ്പേഴ്സിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ മെമ്പേഴ്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റും മെമ്പേഴ്സ് അവന് കൊടുക്കുന്ന ഗിഫ്റ്റും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തെയ്യം മെമ്പേഴ്സിന് കൊടുക്കുന്നത് ബെർത്ത് സ്റ്റോൺസ് ആണ്. അതായത് അവർ ജനിച്ച ആ ഒരു നാൾ വെച്ചിട്ട് റെഡിയാക്കുന്ന കല്ലുകൾ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ടൈപ്പാണ്. നോക്കിയപ്പോൾ പെപ്പറിൻ്റെത് വേറെ ഒന്നായിരുന്നു. അവൻ ജനിച്ച ആ ഒരു വെച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി ടേ ആണ്. അത് കഴിഞ്ഞപ്പോൾ മിങ്ങാണെങ്കിൽ നീ എന്ത് മണ്ടത്തരം കാണിച്ചു, ഇനിയിപ്പോൾ ഇതെങ്ങനെ ബെർത്ത് സ്റ്റോൺസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും, കാരണം പെപ്പറിൻ്റെ തെറ്റല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലക്കി സ്റ്റോൺസ് എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുക, അപ്പോൾ പിന്നെ പ്രശ്നം വരത്തില്ലല്ലോ എന്ന് അവനും പറയുന്നുണ്ട്. അതായിട്ട് തന്നെ മിങ്ങാണെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യുന്നുള്ള രീതിയിൽ നിന്നിട്ട് നമ്മുടെ പോയുടെ അടുത്തേക്ക് നിന്നിട്ട് പോയുടെ കൈ പിടിച്ച് നോക്കുകയാണ്. കൈ പിടിച്ച് നോക്കിയിട്ട് ഇത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് നേരെ തെയ്യമുള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മുടെ പോയുടെ കൈ നീട്ടിപ്പിടിച്ച ശേഷം തെയ്മിനോട് അവൻ്റെ താടി അങ്ങോട്ടേ വെക്കാനേ പറയുന്നുണ്ട്. അങ്ങനെ തെയ്മാണെങ്കിൽ ക്യൂട്ടായിട്ട് തിരിച്ചു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ പോയ്ക്കും എന്തൊക്കെയോ എവിടേക്കോ തോന്നുന്നുണ്ട്. അവനങ്ങനെ നമ്മുടെ തെയ്മിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. തെയ്മും പോയിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതേ സമയം അതിൻ്റെ ആ ഒരു പിക്ക് ലൈക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ താങ്ങിയിരിക്കുന്ന ആ ഒരു പിക്ക് എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിനെ കൊണ്ടുവന്നത്. അങ്ങനെ എടുത്ത് ഇതും പോവാം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയിനെ കൊണ്ട് പോകുന്നുണ്ട്. പോകുന്ന ടൈമിന് പോവുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പോയാണെങ്കിൽ ഫുള്ള് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അതേസമയം ആ ഒരു നമ്മുടെ തെയ്മിൻ്റെ വീഡിയോ എടുക്കാനുള്ള റൂമെല്ലാം ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തെയ്യം മാത്രമുള്ള വീഡിയോ അല്ല എടുക്കുന്നത്, തെയ്മും മറ്റ് മെമ്പേഴ്സൊക്കെ വന്നിട്ട് പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് അവർ ഗിഫ്റ്റും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെയ്യം അവിടെ എത്തുവാണ്. ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആരും വരുന്നില്ല. അങ്ങനെ മിങ്ങും തെയ്യും ഇത് മിക്കിൻ്റെ ഡ്യൂട്ടിയാണ്, മിക്ക് ചെയ്തോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് മിക്കിനെ കോൾ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുമ്പോൾ മിക്ക് കോൾ എടുക്കുന്നില്ല. അങ്ങനെ പിന്നെ നമുക്ക് ബാക്കി മെമ്പേഴ്സിനെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മിങ്ങും ടീം രണ്ടുപേർ വെച്ചിട്ട് അങ്ങോട്ട് മാറി മാറി ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. ആരും കോൾ എടുക്കുന്നില്ല. അങ്ങനെ ആരും വരത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തെയ്മിനും വിഷമാവുന്നുണ്ട്. അവരാണെങ്കിൽ കൊടുത്ത് വെച്ച് ഗിഫ്റ്റ് തിരിച്ച് കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പോയോടും ഗിഫ്റ്റ് ഒന്ന് തിരിച്ച് കൊണ്ടുവയ്ക്കുക ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ കവർ എടുക്കുന്ന ടൈമിന് അതിൻ്റെ തിരിച്ച് ഗിഫ്റ്റൊക്കെ ഇവനും കാണുന്നുണ്ട്. സാധാരണ നോർമൽ കുറച്ച് സംഭവങ്ങളായിരുന്നു. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് പോയാണെങ്കിൽ ഓഫീസിലേക്ക് നിൽക്കുന്ന ടൈമിന് അവനാണെങ്കിൽ ബൈഫാണിനെ കോൾ ചെയ്തിട്ട് മെമ്പേഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കുന്നതാണ്. അങ്ങനെ അവളാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൾ പറയാണ് ജുന്നിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ മറ്റൊരു സ്ഥലത്ത് എവിടെയെങ്കിലും, അതായത് പരിചയമില്ലാത്ത എവിടെയെങ്കിലും കിടന്നുറങ്ങുകയാണെങ്കിൽ അവൻ ഉറങ്ങാൻ പറ്റത്തില്ല. അവന് പിന്നെ ഭയങ്കര പേടിയും ഉണ്ടാവും ചാൻസ് ഉണ്ട്. പിന്നെ ഡൈലാനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഒരു അനലോഗ് ബോയ് ആണ്. അവരെപ്പോൾ എന്തെങ്കിലും പാട്ട് എഴുതുകയും സപ്പോർട്ട് ചെയ്താലും അവന് പേനയും പേപ്പറും യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് പ്രിൻ്റഡ് സ്ക്രിപ്റ്റ്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അതിനാണ് പെപ്പറിനെ പറ്റി പറയുമ്പോൾ പെപ്പറിനാണെങ്കിൽ ഫ്ലൈ ചെയ്യുന്നതൊക്കെ ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ എപ്പോഴും മെമ്പേഴ്സിൻ്റെ കയ്യിൽ ഇറുക്കി പിടിക്കാറുണ്ട്. പിന്നെ നാനോനെ പറ്റി പറയുമ്പോൾ നാനോ ആണെങ്കിൽ അവന് ഷൂസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരുപാട് ഷൂസ് കളക്ട് ചെയ്യും. അതെല്ലാം ഈ മെമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് വീട്, ആ വീട്ടിലാണ് ഇവൻ കളക്ട് ചെയ്ത് വെക്കുന്നത്. എന്നാൽ അവൻ ഇതുവരെയായിട്ട് കിട്ടാത്ത ഒരു എഡീഷൻ ഷൂ ഉണ്ട്. അത് വാങ്ങാനായിട്ട് അവൻ വെയിറ്റിംഗ് ആണെന്ന് പറയാണ്. അതിന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ കൺഫ്യൂഷൻ എല്ലാം മാറുമെന്ന് നോക്കുന്നുണ്ട്. ആ സമയം ഇല്ല എനിക്ക് ഇനിയൊരു ഡൗട്ടുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൻ്റെ വീടെന്ന് പറഞ്ഞില്ലേ അതെന്താ സാധനം എന്ന് നോക്കിയാണ്. ആ സമയം ബൈഫ് നിനക്കതെന്താന്ന് പോലും അറിയൂടാതാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്. എടാ അവരെ ഡിബേറ്റ് ചെയ്തപ്പോൾ തൊട്ട് 5 മെമ്പേഴ്സും ഒരുമിച്ച് താമസിക്കുന്ന ആ വീടാണ് ഗ്രൂപ്പിൻ്റെ വീടെന്ന് പറയുന്നുണ്ട്. ആ സമയം പോവുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇതിട്ടേനും ബൈഫാണ്. അല്ല നീയാണെങ്കിൽ നിൻ്റെ ഡോക്യുമെൻ്ററിയുടെ കാര്യം ഏതുവരെ എത്തി, ഇതൊന്നും അറിഞ്ഞിട്ട് അതാണോ നീ ഡോക്യുമെൻ്ററി ചെയ്യാൻ കയറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ ബാക്കി ഞാൻ കണ്ടുപിടിച്ചു നീ വച്ചോളാൻ പറഞ്ഞിട്ട് കോൾ കിട്ടിയുമ്പോൾ ഇപ്പോൾ ബൈഫാണെങ്കിൽ വെയിറ്റ് ഒരു കാര്യം കൂടെ പറയാണ്ട്. നീയാണെങ്കിൽ മോർണിംഗിൽ ഒരു ഇമാജിനേഷൻ പറയില്ലേ മിസ്റ്റർ എ മിസ്റ്റർ ബി, സത്യം പറ അതിൽ മിസ്റ്റർ എ നീയല്ലേ, അതിൽ മിസ്റ്റർ ബി ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ആരും എല്ലാം പറഞ്ഞിട്ട് കോൾ കിട്ടിയാണ്. പക്ഷേ ബൈഫാണെങ്കിൽ അത് വിടുന്നില്ല. അവൾ സ്വയം നിന്നിട്ട് ദൈവമേ അതിന് മിക്കാറ്റാണോ ഈ ചെക്കൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്ന രീതിയിൽ അവളൊന്ന് ഷോക്കാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പോയാണെങ്കിൽ ഈവനിങ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആരും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഈ ഭാഗത്തേക്ക് കയറി പോകുന്നുണ്ട്. ഓപ്പൺ ആയിരുന്നു വീട്, അപ്പോൾ അതിൻ്റെ താരം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ കയറി പോകുമ്പോഴാണ് നേരത്തെ അവൻ്റെ അടുത്ത് ബൈഫ്രണ്ട് പറയാൻ കാര്യം ആലോചിക്കുന്നത്. വീട്ടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു പഴയൊരു പ്ലാനർ കാണും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സും മറ്റ് മെമ്പേഴ്സിനോട് പറയാനുള്ള സംഭവങ്ങൾ ഒരു പേപ്പറിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ഡോക്യുമെൻ്ററി റെഡിയാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ എല്ലാം നോക്കി
ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ ഫോട്ടോ കാർഡ്സ്, ലൈക്ക് ഫാൻസ് കൊടുത്ത കുറച്ച് സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ്. എല്ലാം ഇങ്ങനെ നോക്കി നടക്കുന്ന ടൈമിൽ ഡയറിയൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ അവൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം അവിടെ അവരുടെ എൻ്റർടൈൻമെൻറ്റ് കമ്പനിയിൽ തെയ്യം നിൽക്കുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട കഴിഞ്ഞ ദിവസം എടുത്ത ഡ്രിങ്ക്സ്, അതേ ഡ്രിങ്ക്സ് അവ എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ അതെടുക്കാതെ വെച്ചിട്ട് അവ സാധാ വെള്ളം എടുത്ത് പോകാൻ നിൽക്കുകയാണ്. അതായിട്ട് തന്നെ അങ്ങോട്ട് പോകുന്നിട്ട് തെയ്യമിനോട് നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്താലും ചോദിക്കുന്നുണ്ട്. തെയ്യമും ഓക്കെ പറയുന്നുണ്ട്. നേരെ അവർ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ പോയാണെങ്കിൽ മെമ്പേഴ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ തെയ്യമണി കുറേ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ ഇവന് നേരത്തെ പഠിച്ച പോലെ സ്ക്രിപ്റ്റ് കൊടുത്തതാണ്. ആ സ്ക്രിപ്റ്റ് പോയുടെ കയ്യിലുണ്ട്. തെയ്യമണി സ്ക്രിപ്റ്റിലുള്ള പോലെ തന്നെ അതും സ്ക്രിപ്റ്റാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അവൻ പറയുന്ന പോലെ തന്നെ എല്ലാം നന്നായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം പോയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കൊറിയയിലേക്ക് പോകാൻ തീരുമാനിച്ചത് കുറേ കഷ്ടപ്പെട്ടെടുത്തൊരു ഡിസിഷനാണോ എന്ന്. ആ സമയത്ത് അതെ കഷ്ടപ്പെട്ടെടുത്തതാണ്. ഞാനും മെമ്പേഴ്സും കുറേ സംസാരിച്ചു. എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. ഒരാൾക്ക് ആക്ടിങ്, ഒരാൾക്ക് MC ആവാൻ, അങ്ങനെ പല ആഗ്രഹങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരുമിച്ചൊരു ഗ്രൂപ്പായൊന്നും നടക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റിൽ എന്താണോ കൊടുത്തത് അതുപോലെ അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് തുടങ്ങിയത്, എന്നാൽ എൻഡ് ചെയ്യുമ്പോഴും എല്ലാവരും പരസ്പരം അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ പോവുകയാണെങ്കിൽ ഇവനിവിടെ വന്നതിന് ശേഷം ഈ 5 പേരും ഒരുമിച്ച് കാണുമ്പോഴുള്ള ഓരോരുത്തരുടെ റിയാക്ഷനും സംഭവങ്ങളും, എങ്ങനെയാണ് ഒരു തെയ്യമിനെ നോക്കിയത്, ദേഷ്യത്തോടെയാണോ സ്നേഹത്തോടെയാണോ സപ്പോർട്ടിങ് ആണോ, അവനെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവന് മനസ്സിലാകുന്നുണ്ട് ഈ സ്ക്രിപ്റ്റിലുള്ളതുപോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന്. അങ്ങനെ അവൻ ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ സമയം തെയ്യം ഇത് ശ്രദ്ധിച്ചിട്ട് എന്തു പറ്റി, ഞാൻ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം നീ സ്ക്രിപ്റ്റിലുള്ള അതുപോലെ പറഞ്ഞതാണ് പ്രശ്നം, നീയാണെങ്കിൽ നിൻ്റെ ഫീലിങ്സേ പുറത്തു കൊണ്ടുവരുന്നില്ല എന്ന് പറയുന്നുണ്ട്. തെയ്യം ഇത് കേട്ടിട്ട് നീ എന്താ ഇക്കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ജോലിക്ക് ഫീലിങ്സ് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ പക്ഷേ ഫീലിങ്സ് ഇൻവോൾവ് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്, ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുക, നിൻ്റെ അടുത്ത് കമ്പനി എന്ത് ചെയ്യാൻ പറയുന്നു, നീ അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം മറ്റൊരു കാര്യം കാണിക്കുന്നത്, നേരത്തെ തെയ്യവും ഐസും കൂടെ ആയിട്ട് ഒരാളെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനു മുമ്പേ തന്നെ അവനെടുത്ത് വെച്ചാൽ ജ്യൂസിൻ്റെ ആ ഒരു ബോട്ടിൽ ഇട്ടിട്ട് ഷൗട്ട് ചെയ്തിട്ട് താരെ കൊണ്ട് വെച്ച് ചോദിക്കുകയും ചെയ്തു. അതേ ടൈമിനാണ് ആ CEO അങ്ങോട്ട് കയറി വന്നത്. അതിന് മുമ്പ് നമ്മുടെ ഇത് വാങ്ങിച്ചോട്ട് പോവുകയും ചെയ്തായിരുന്നു. ആക്ച്വലി ഇവ ഷൗട്ട് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു CEOനെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അയാളുടെ കമ്പനിയുടെ ബ്രാൻഡ് പ്രോഡക്റ്റ്സ് അല്ലാതെ മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അയാൾ എന്തായാലും ഇവരുമായിട്ടുള്ള ആ ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യും. എല്ലാ പ്രശ്നങ്ങളും ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവ ഷൗട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ സാധനം എടുത്ത് മാറ്റിച്ചത്. പിന്നെ അയാളടുത്ത് സംസാരിക്കുമ്പോൾ അവന് കൊടുത്ത സ്ക്രിപ്റ്റ് എന്താണോ അതുപോലെ തന്നെയാണ് അയാളടുത്തും സംസാരിച്ച് ഇയാളെ കൺവിൻസ് ചെയ്ത് അയാളുടെ ബ്രാൻഡിൻ്റെ കൂടെ കൊണ്ടുവരാനും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാം തന്നെ അവിടെ പോയും എല്ലാം ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോയിക്കറിയാം തെയ്യമിന് എന്താണോ വേണ്ടത് അതല്ല ചെയ്യുന്നത്. അവന് സ്ക്രിപ്റ്റ് എന്താണോ കൊടുക്കുന്നത് അതാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പോയാണെങ്കിൽ നീ എല്ലാം അവർ പറയുന്നത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മാത്രം നല്ലതായിരുന്നു, കാരണം നീ മെമ്പേഴ്സിന് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ച ഗിഫ്റ്റ് അത് അവർക്ക് എന്താണ് വേണ്ടത് അത് തന്നെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നീയാണെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നിന്നെ മനസ്സിലാവും തോന്നുന്നുണ്ടോ? നീ ഇന്നലെ പറഞ്ഞില്ലേ വിട്ടിട്ട് പോകുന്നവർക്കും ഹേർട്ടാവുമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിൻ്റെ ഇതൊക്കെ പറയുന്നത്. നിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് നീ ക്യാമറയ്ക്കുള്ള സ്ക്രിപ്റ്റിലുള്ളത് പറയാതെ അത് തുറന്ന് പറയും. നിൻ്റെ കൂടെയുള്ള മെമ്പേഴ്സിന് അത് ഞാൻ കാണിച്ചു കൊടുത്തോളാം ആ വീഡിയോ. അവർക്കപ്പം മനസ്സിലാവും നിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. അല്ലാണ്ട് നീ ഇങ്ങനെ ഒരു അവരുടെ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് മാത്രം കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കാൻ പോകില്ല. പറയുന്നത് കേട്ടിട്ട് തെയ്യമിനും അത് ശരിയാണല്ലോ എന്നൊരു ഫീൽ വരുന്നുണ്ട്. അങ്ങനെ അവനും സമ്മതിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും അവർ ഒന്നേ റെക്കോർഡ് ചെയ്യാനിരിക്കുന്നതാണ്. അങ്ങനെ തെയ്യമാണെങ്കിൽ പോയൊരിടത്ത് നീ ക്യാമറ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, നീ സംസാരിച്ചോളാനായിട്ട് പറയാണ്. തെയ്യമപ്പോൾ പക്ഷേ ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പാടണോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നീ നിനക്ക് ആവശ്യമുള്ള പറയേ, ഇതിപ്പോൾ ശരിയായി വന്നില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിൾ സംഭവമാണ്, നമുക്ക് പിന്നെ റെക്കോർഡ് ചെയ്യാമല്ലോ, നീ പറഞ്ഞോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തെയ്യം കരഞ്ഞുകൊണ്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് തെയ്യമാണെങ്കിൽ ഒരിടത്ത് വന്ന് മാറിയിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് തെയ്യമിന് ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് തെയ്യമാണെങ്കിൽ അവനോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ കുറേ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, എന്നാൽ വീഡിയോയിൽ അവരോട് സോറി മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പോവുകയാണെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് നിനക്ക് എന്തൊക്കെയാണോ അവരോട് പറയാനുള്ളത് അതൊക്കെ പറയും, ഞാനത് സ്ക്രിപ്റ്റായിട്ട് ഇതിൽ എഴുതി വയ്ക്കാം, അപ്പോൾ പിന്നീട് ഇത് തന്നെ നിനക്ക് പഠിച്ച് പറയാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്യമാണെങ്കിൽ നീ നിൻ്റെ വർക്കിൽ ഭയങ്കര സീരിയസ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പോവുകയാണെങ്കിൽ ഞാൻ സീരിയസ് ആണ്, കാരണം മുമ്പൊരിക്കൽ ഒരാളെന്നെ താഴ്ത്തി കണ്ടിട്ട് എന്നെ കൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടി കാണിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഥയൊക്കെ വിട്, നിനക്ക് എന്താണ് അവരോട് പറയാനുള്ളത് അത് ഞാൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് എഴുതാനായി റെഡി ആയിരിക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. വണ്ടർ എൻ്റർടൈൻമെൻറ്റ് CEO ആയിട്ടുള്ള ലേഡി
തെയ്മിനെ വിളിച്ചിട്ട് നീയാണെങ്കിൽ ഒരു സോളോ സോങ് റിലീസ് ചെയ്യണം, അതിനുള്ള കോൺട്രാക്റ്റ് നീ സൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ എനിക്ക് സോളോ റിലീസ് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ കൂടെ പാട്ടൊക്കെ റിലീസ് ചെയ്യണം ആഗ്രഹം എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ അവർ ഫസ്റ്റ് ആൽബത്തിൻ്റെ ഒരു സംഭവം എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഒരുപാടൊന്നും സെല്ലായില്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പൈസയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ CEO ആണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ രീതിയിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഗ്രൂപ്പിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല, കാരണം അത്രയധികം പൈസയാണ് നഷ്ടമായത്. നീ ഇപ്പോൾ ഒരു സോളോ ഇറക്കി കഴിഞ്ഞാൽ പിന്നെയും കുറേ കൂടെ നമുക്ക് പൈസ വരാൻ ചാൻസ് ഉണ്ട്, ലോസ് കുറയുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൻ സൈൻ ചെയ്തിട്ടാണ് അവൻ്റെ സോളോ പാട്ട് ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ ഗ്രൂപ്പിൻ്റെ പാട്ടൊക്കെ ഇറങ്ങി. അപ്പോഴും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഗ്രൂപ്പ് നല്ല പോപ്പുലാരിറ്റി കയറിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഇവനാണെങ്കിൽ മറ്റൊരു പാട്ട് ഇങ്ങനെ എഴുതിയിട്ട് അത് മാർസ് ഗ്രൂപ്പിൻ്റെ പേരിൽ റിലീസ് ചെയ്യാനായിട്ട് ആ ഒരു കാര്യം സെറ്റാക്കാനായിട്ട് സിഇഒയുടെ അടുത്ത് സംസാരിക്കാനായി വന്നായിരുന്നു. എന്നാൽ CEO ലേഡി ഈ പാട്ട് എത്ര നല്ലതാണെങ്കിലും മാർസ് ഗ്രൂപ്പിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും റിലീസ് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. അവനപ്പോൾ അതെന്താ, ഗ്രൂപ്പ് നന്നായിട്ട് പോകാനായിട്ട് ഞാനാണ് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് എൻ്റെ സോളോ സോങ് വരെ ഇറക്കിയില്ലേ, അതിൽ നിന്ന് കുറേ പൈസ കിട്ടിയില്ലേ, ഗ്രൂപ്പ് എല്ലാം നന്നായിട്ട് പോകില്ലേ, ഇതെൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ മെമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു പാട്ട് നേരെയാക്കി കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ പിന്നെ നിങ്ങൾ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് വെച്ചപ്പോഴത്തേക്കും CEO ആണെങ്കിൽ അതൊക്കെ ശരിയാണ്, പക്ഷേ അതിനേക്കാൾ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു കാർഡ് എടുത്ത് കാണിച്ചിട്ട് ഒരു കൊറിയൻ ഏജൻസിക്ക് നിന്നെ അവരുടെ ആർട്ടിസ്റ്റായിട്ട് വേണമെന്ന് പറഞ്ഞു, അതങ്ങ് സൈൻ ചെയ്ത് കൊടുത്തേക്കാനായിട്ട് പറയാണ്. അപ്പോൾ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ CEO ആണെങ്കിൽ നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നീയല്ലേ ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ, എന്നിട്ട് നീ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറ നിൻ്റെ ഗ്രൂപ്പ് ഇപ്പോൾ നന്നായിട്ടാണോ പോകുന്നത് അതോ മോശമായിട്ടാണോ പോകുന്നതെന്ന്. ഇത് നിന്നെ കൊറിയയിലേക്ക് അയക്കാനോ ഒന്നിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല, അല്ലാണ്ട് തന്നെ നീ ആലോചിച്ച് നോക്ക്. ജുന്നിന് ഒരു ആക്ടർ ആവണമെന്നാണ് ആഗ്രഹം, എന്നാൽ മാർസിൻ്റെ കോൺട്രാക്റ്റിലുള്ളത് കൊണ്ട് തന്നെ അവന് മറ്റൊരു കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാനോ, അവന് പിന്നെയും അവൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം, എന്നാൽ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് തന്നെ അത് പറ്റുന്നില്ല. പിന്നെ പെപ്പർ MC ആയിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഫുൾ ടൈം സ്റ്റുഡിയോയിലാണ്. പിന്നെ ഡൈലാന് പോപ്പ് മ്യൂസിക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് തന്നെ തെയ്യമാണെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ ആ വീട്ടിൽ പോയി നോക്കുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ തന്നെ ജുണ്ണാണെങ്കിൽ കുറേ സിനിമയുടെ സംഭവങ്ങളും സ്ക്രിപ്റ്റും സംഭവങ്ങളൊക്കെ അവിടെ വച്ചേക്കുന്ന കാണാം. ഞാനോ പഠിക്കാനായിട്ടുള്ള ബുക്സ് വച്ചേക്കുന്ന കാണാം. പിന്നെ പെപ്പറുവിൻ്റെ ഫുൾ ടൈം സ്റ്റുഡിയോയിലാണ്. ഡയലാനെ പറ്റി പറയുകയാണെങ്കിൽ അവന് പോപ്പ് മ്യൂസിക് ഇഷ്ടമല്ലാതെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ തെയ്മ് വിഷമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാനാണ് ഇവരെല്ലാവരെയും മാഴ്സി പിടിച്ച് നിർത്തിയത്, എന്നാൽ ആർക്കും അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല, ആരെയും മനസ്സിലാക്കാതെ ഞാൻ എല്ലാവരെയും പിടിച്ച് നിർത്തി. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് പിരിഞ്ഞിട്ട് അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് നല്ലത്, ഞാൻ അവരെ ടോർച്ചർ ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പോയും കേട്ടിട്ട് അവന് നല്ല വിഷമമാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് പോയാണെങ്കിൽ അവനിപ്പോൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മുടെ തെയ്മിനെ കൊണ്ടുവരുന്നതാണ്. ആ വർക്ക് ചെയ്യുന്ന കടയെന്ന് പറയുമ്പോഴത്തേക്കും ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ സ്യൂട്ടും സംഭവങ്ങളൊക്കെ തയ്ക്കുന്ന ഒരു സ്റ്റോറാണ്. ഓൾറെഡി ആ കടയുടെ ഓണറായിട്ടുള്ള അങ്കിൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തെയ്മും പോയി വന്നപ്പോഴത്തേക്കും പോയാണെങ്കിൽ തെയ്മിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയം അങ്കിൾ സോറി ഇടാ രാത്രി വിളിച്ച് വരുത്തിയതിന്, പക്ഷേ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം, നീ ഒന്ന് കട നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ അങ്കിൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകാൻ സമയം തെയ്മിനോട് ഇൻ്റർവ്യൂയുടെ ഇടയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് സോറി എന്ന് പറയാണ്. തെയ്യം അപ്പോൾ സോറി എന്ന് വേണ്ട, എൻ്റെ അടുത്ത് കൊറിയയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫാമിലി ഇതുവരെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് പറഞ്ഞത്, എന്നാൽ എൻ്റെ പാരൻസ് ഫ്രീ അല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ സ്യൂട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പോയാണെങ്കിൽ തെയ്മിൻ്റെ അടുത്ത് ഇതിന് കുടിക്കാൻ വെള്ളം വേണമെന്ന് വെച്ചിട്ട് അവന് കുടിക്കാണ്ട് വെള്ളമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. ഇതേ സമയം തെയ്മ് പോയൊരിടത്ത് ഈ സ്യൂട്ടൊക്കെ റെഡിയാക്കുന്നത് ഈ ജോലി കൊള്ളാലോ എന്ന് പറയാണ്. ആ സമയം ശരിക്കും കൊള്ളാമോ എന്ന് വെച്ചപ്പോൾ ആ കൊള്ളാമല്ലോ, എൻ്റെ ആരെങ്കിലും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു എന്ന് ചോദിച്ച സമയത്ത് എൻ്റെ എക്സ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം തെയ്മൊന്ന് പോകാനെ തന്നെ നോക്കിയ ശേഷം സത്യം പറഞ്ഞാൽ നീ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണുള്ള വർക്കിലെല്ലാം, ഇതിലൂടെ തന്നെ നീ എങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. ആ സമയം ഇത് കഴിഞ്ഞിട്ട് തെയ്മിനൊന്ന് നോക്കുന്നുണ്ട്. തെയ്മപ്പോൾ നീ നല്ല ഹാർഡ് വർക്കിംഗ് ആണെന്ന് നിൻ്റെ ക്യാരക്ടറിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം അത് നീയും കൂടെ കാരണമാണ്, നീയും പറഞ്ഞല്ലോ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, അതുകൊണ്ടും കൂടെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തെയ്മാണെങ്കിൽ പോയോട്, അല്ല നീ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന്, എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ പോയാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഓക്കെ മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നിട്ട് അതൊക്കെ തിരിഞ്ഞ് നടന്നു പോവാണ്. ആ സമയം എന്തോ ഓർത്തിട്ട് തെയ്മിനോട്, അല്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, നീ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വീട്ടിൽ ആരും പോകുന്നില്ല, എല്ലാവരും ഇട്ടിട്ട് പോയി തനിച്ചാണെന്നൊക്കെ. പക്ഷേ ഞാനാണെങ്കിൽ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ സിറ്റുവേഷൻ കണ്ടിട്ട് ആരോ ഇപ്പോഴും ആ വീട്ടിൽ പോകുന്നുള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരുപക്ഷെ നീ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, ആരെങ്കിലുമൊക്കെ ആ വീട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് നീയാണെങ്കിൽ നിൻ്റെ ആ ഒരു ചിന്തയിൽ നിൽക്കാതെ അതൊന്ന് അന്വേഷിക്കണമെന്നാണ്. കാരണം വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. പിന്നെ നീയാണെങ്കിൽ എല്ലാം ഇവർക്കൊക്കെ വേണ്ടി തന്നെയല്ലേ ചെയ്യുന്നത്, ആകെ ഒരു തെറ്റ് മാത്രമേ വന്നുള്ളൂ. നീ എല്ലാം നേരെയാക്കാതെ എല്ലാവരുടെ ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി ചെയ്യാൻ നിൽക്കാതെ പോവാൻ നിൽക്കുക, അത് മാത്രമാണ് ആകെ ഒരു പ്രശ്നമെന്ന് പറയാണ്.
ആ സമയം തേയിമു അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് തേയിമാണെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. ആ സമയം അവന് പഴയൊരു മെമ്മറി വരുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞു ചെടിയിൽ ഇവർ 5 പേരും ഉണ്ടായിട്ട് ഇവരുടെ ഡ്രീംസൊക്കെ എഴുതിയിടുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നാനോയുടെ പ്ലാനാണ്. എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അവരുടെ ആഗ്രഹം എന്താണ് അതെല്ലാം എഴുതി ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട്. തേമിൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണം, അതാണ് ഇവൻ്റെ ഡ്രീം. അതും അവ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നത് തേയിം ഇപ്പോൾ നോക്കുവാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം തേമിന് കൊറിയയിലേക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ നമ്മുടെ CEO ലേഡിയും പിന്നെ മിക്കും എല്ലാം കൊണ്ടിട്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അവൻ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അതിനുശേഷം പിന്നെ പോയിനെ കാണിക്കുമ്പോൾ പോയി ഇപ്പോൾ രാവിലെ തന്നെ ഫുഡിന് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് വാങ്ങാൻ വന്നേക്കാണ്. അപ്പോൾ ഇപ്രാവശ്യം ആ ഒരു പയ്യൻ 2 എണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇവനാണെങ്കിൽ പറയാനൊരു മടിയാണ് എനിക്കൊന്ന് മതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് 2ഉം 5 അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് അവനാണെങ്കിൽ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന കടയിലേക്ക് വരുമ്പോൾ ആ അങ്കിളാണെങ്കിൽ നോക്കിയപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇപ്പോഴും 2 സാൻഡ്വിച്ച് ഇരിക്കുന്നുണ്ടിട്ട് ഇതുവരെയായിട്ട് ആ പയ്യന് നീ സിംഗിളാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പോവുകയാണെങ്കിൽ എൻ്റെ പൊന്നങ്കിളെ എനിക്കൊന്നാതെ സിംഗിളാണെന്ന് അവനോട് പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഒരു സാൻഡ്വിച്ച് കൂടെ എക്സ്ട്രാ വാങ്ങിച്ച് ഞാൻ പൈസ കളയുക. അങ്കിളും കൂടെ ഞാൻ സിംഗിളാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഓർമ്മിച്ച് വിഷമിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്കിൾ ചിരിച്ചിട്ടാണെങ്കിൽ എങ്കിൽ പിന്നെ ആ പയ്യനോട് നിൻ്റെ പാർട്ട്ണർ മരിച്ചു പോയെന്നങ്ങ് പറയാനായിട്ട് പറഞ്ഞിട്ട് അങ്കിൾ കടയിലകത്തേക്ക് എഴുന്നേറ്റ് പോവാണ്. ആ സമയം പോയിന് ബൈഫോൺ കോൾ ചെയ്യാണ്. അപ്പം തന്നെ പോയാണെങ്കിൽ നീ ഇങ്ങനെ എപ്പോഴും വിളിക്കണ്ട, കാര്യം അറിയാം, നമ്മുടെ ഗെറ്റ് ടുഗദറിന് പോകുന്നതല്ലേ, ഞാൻ ഉറപ്പായിട്ടും വന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം ബൈഫോൺ ഞാൻ അതിന് വേണ്ടിയിട്ട് വിളിച്ചതൊന്നുമല്ല, നീ പറഞ്ഞ ഇമാജിനേഷനില്ല മിസ്റ്റർ എ നീയാണെന്ന് മനസ്സിലായി, മിസ്റ്റർ ബി ആരാ അത് പറഞ്ഞതാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അയ്യോ അതങ്ങനെയൊന്നും ഇല്ല, അത് ജസ്റ്റ് ഇമാജിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ഞാൻ വിശ്വസിച്ചു, നീ ഇപ്പോഴും 2 സാൻഡ്വിച്ച് അല്ലേ വാങ്ങുന്നത്, അതിലൊന്ന് നിൻ്റെ മിസ്റ്റർ ബിക്ക് നീ ഷെയർ ചെയ്യുന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പോയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് അവൻ കോൾ കട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഇരുന്ന 2 സാൻഡ്വിച്ചിൽ ഒന്ന് എടുത്തിട്ട് അവൻ കളയാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ തേയിം കയറി വരുന്നുണ്ട്. പോയപ്പോൾ തേമിനെ കണ്ട് ഷോക്കായിട്ട് നീ എന്താ ഇവിടെ, നിനക്ക് കൊറിയയിലേക്ക് പോകേണ്ടേ അല്ലേ, ഫ്ലൈറ്റിൻ്റെ ടൈം ആയില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടെ എയർപോർട്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ CEOയും മിക്കും നമ്മുടെ തേയിം എയർപോർട്ടിലേക്ക് വരുന്നതിന് നോക്കി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ തേമിൻ്റെ കാറും വരുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ തേയിം അതിൻ്റെ അകത്തില്ലായിരുന്നു. അങ്ങനെ ഈ സമയം വീണ്ടും നമ്മുടെ പോയിനെയും തേമിനെയും കാണിക്കുമ്പോൾ തേയിമാണെങ്കിൽ എനിക്ക് എല്ലാത്തിനുള്ള മറുപടി കിട്ടി, നീ പറഞ്ഞില്ലേ കാര്യങ്ങളൊന്നും നേരെയാക്കാതെയാണ് ഞാൻ പോകുന്നതെന്ന്, ഞാൻ തീരുമാനിച്ചു ഞാൻ കൊറിയയിലേക്ക് പോകുന്നില്ല. പിന്നെ ഞാൻ വീട്ടിലേക്കും പോയി നോക്കി, ആ വീട്ടിൽ ഇപ്പോഴും ആരും തിരിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല, എനിക്ക് ചിലപ്പോൾ മാർസിനെ ഒരുമിച്ച് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയേക്കും, നീ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യ്, എനിക്ക് എൻ്റെ ഗ്രൂപ്പിനെ തിരിച്ചു വേണമെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം പോയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആലോചിക്കുന്നുണ്ട്. തേമപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ ആ ഒരു സാൻഡ്വിച്ച് നീ കളയാൻ പോകുന്നത് ഞാൻ കണ്ടു, അഥവാ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാൻഡ്വിച്ച് എനിക്ക് തരാമോ അതിൻ്റെ മറുപടിയായിട്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചിട്ട് ആ ഒരു സാൻഡ്വിച്ച് അങ്ങനെ കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ പോയാണെങ്കിൽ തേയിമിനെ അവരുടെ ഗ്രൂപ്പ് ഒന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ്. അങ്ങനെ അത് കണ്ടിട്ട് നമ്മുടെ പോയും വന്ന് ചിരിക്കുന്നുണ്ട്, തേയിം ചിരിക്കുന്നുണ്ട്. ഇതും കാണിച്ച് സെക്കൻഡ് എപ്പിസോഡിൻ്റെ എൻ്റെ ആവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.